എങ്ങനെയാണ് നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ റേഷ്യോസും കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അതായത് സൈൻ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഫോർമുല ഉണ്ട്. റൂട്ട് ഫിംഗേഴ്സ് എബവ് ബൈ 2. ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഒരു കയ്യിലെ ഫിംഗേഴ്സ് നോക്കുക. അതിൽ തമ്പിന് 0, അടുത്തത് 30, അടുത്തത് 45, അടുത്തത് 60, അടുത്തത് 90. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈൻ 0 ആണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഈ ഫിംഗറിൻ്റെ എബവ് ആയിട്ട് എത്ര ഫിംഗേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ വേറെ ഫിംഗേഴ്സ് ഒന്നുമില്ലല്ലോ, അപ്പോൾ 0 എന്ന് എഴുതാം. റൂട്ട് ഫിംഗേഴ്സ് എബവ് എന്നാണ്. റൂട്ട് 0 is 0, 0/2 is 0. സൈൻ 0 is 0. ഈ റൂട്ട് എല്ലാം ഉണ്ടെന്ന് വിചാരിച്ച കാൽക്കുലേഷൻ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. റൂട്ട് 0 എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് നിങ്ങൾക്കറിയാം. മൈൻഡ് കാൽക്കുലേഷൻ മതി. ഇപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാവാനായിട്ടാണ്. അതല്ലാതെ നമുക്ക് എഴുതേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. റൂട്ട് നമ്പർ ഓഫ് ഫിംഗേഴ്സ് എബവ് ബൈ 2. നമ്പർ ഓഫ് ഫിംഗേഴ്സ് എബവ് ഇസ് 0. അപ്പോൾ സൈൻ 0 is 0. അത്ര എഴുതാനേ ഉള്ളൂ. ഇനി അടുത്തത് സൈൻ 30 ഡിഗ്രി നോക്കാം. ഈ 30 ഡിഗ്രിയുടെ എബവ് എത്ര ഫിംഗേഴ്സ് ഉള്ളത്? ഒരു ഫിംഗറേ ഉള്ളൂ അല്ലേ. അപ്പോൾ റൂട്ട് 1/2 ആയിരിക്കും. റൂട്ട് 1 is 1, 1/2 ഇത്രയേ ഉള്ളൂ സൈൻ 30. ഞാനിത് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് അതിൽ ഈ ഒരു മെത്തേഡ് ചെയ്ത് ശീലിച്ച് നോക്കുക. ഒരു 2 or 3 തവണ നിങ്ങൾ ശീലിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് പിന്നെ എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്തത് സൈൻ 45 നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കൂ. സൈൻ 45 ഡിഗ്രി. റൂട്ട് നമ്പർ ഓഫ് ഫിംഗേഴ്സ് എബോവ് എന്ന് പറയുമ്പോൾ റൂട്ട് 2 ആണ് വരുന്നത് അല്ലേ. 2 ഫിംഗേഴ്സ് ആണ് മേലെ ഉള്ളത്. അപ്പോൾ റൂട്ട് 2/2. റൂട്ട് 2/2 എന്ന് പറയുമ്പോൾ മൈൻഡിൽ ഒരു കാൽക്കുലേഷൻ ചെയ്യേണ്ടത് റൂട്ട് 2 ആയിട്ട് തന്നെയാണ്. ഈ 2 എന്ന് പറയുന്നത് എന്താ? റൂട്ട് 2 × റൂട്ട് 2 ആണ്. അപ്പോൾ ഈ 2 കൂടെ കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് 1/√2 ആയിരിക്കും. ഇതെല്ലാം മൈൻഡിൽ ഇത് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. സൈൻ 45 എന്ന് പറയുമ്പോൾ ഈ 45ൻ്റെ മേലെ 2 ആണ്. അപ്പോൾ റൂട്ട് 2/2 എന്ന് കണ്ടു കഴിഞ്ഞാൽ 1/√2 എഴുതാം. മനസ്സിലായില്ലേ? അങ്ങനെ പെട്ടെന്ന് ചെയ്യാം. അടുത്തത് സൈൻ 60 ആണ്. ഒന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കിയ നമ്പർ ഓഫ് ഫിംഗേഴ്സ് എബോവ്. ഇതിൻ്റെ മേലെയുള്ള ഫിംഗേഴ്സ് 3 ആണ്. അപ്പോൾ റൂട്ട് 3/2 അത് തന്നെയാണ് വാല്യൂ. ഇനി അടുത്തത് സൈൻ 90 ഡിഗ്രി. നമ്പർ ഓഫ് ഫിംഗേഴ്സ് എബോവ് ഈസ് 4. അപ്പോൾ റൂട്ട് 4/2 ആയിരിക്കും. റൂട്ട് 4 is 2, 2/2 is 1. ഈ സൈനിൻ്റെ വാല്യൂസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഞാൻ അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കോഴ്സിലോട്ട് പോകാം.